മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്കു ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. കറണ്ട് പോയല്ലോ. ആ മോനെ, ഞാൻ തിരി കത്തിക്കാവേ. കേട്ടോ, അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും. എന്റെ കർത്താവേ, എന്നാ ചെയ്യും? ഏതാ ഈ പിള്ളേര് പള്ളി വന്നിട്ടാണ് കളിക്കുന്നത്? ഏതാ ഇത്? എന്നാ കൊച്ചുങ്ങളോ? ഓ, ഇതിപ്പോ കുറെ നേരമായി. എടാ, ഇവിടെ വന്നേടാ, വന്നേടാ, വാ. പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പനെ അമ്മയും പറഞ്ഞാ മതി. നോക്കിയേ, അയാളാണ്ട് ചുമ്മാ ഇരിക്കുന്നു, പിള്ളേരെ പിടിച്ച് വിത്താനുള്ളതിന്. ആണ്ടേ, ത്രേസ്യാം ചേച്ചി പോവാണല്ലോ. ഞാനും പോയേക്കുവാ. ഞാനും വരും. വാ, പോയോ. പിള്ളേരുടെ പേരെന്നാ ചേട്ടാ? എന്തു പറ്റി ചേട്ടാ? 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹശേഷം ഒരു ജോലിക്ക് പോകണമെന്ന് അവൾക്കായിരുന്നു നിർബന്ധം. പിള്ളേരൊക്കെ വളർന്നു വരുമല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞ് അവൾക്കായിരുന്നു നിർബന്ധം. നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് ഒരു സുഹൃത്താണ് അവൾക്ക് ദുബായിൽ ജോലി റെഡിയാക്കി കൊടുത്തത്. ഞങ്ങളെ വിട്ടു പോകാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടല്ല എന്ന് കരുതിയ ഒത്തിരി വിഷമിച്ചിട്ടാണേലോ പിള്ളേരെ എന്നെന്നും വെച്ച അവൾക്ക് ജീവന. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചപ്പോൾ പറഞ്ഞത് ക്രിസ്മസിന് തലേന്നിങ്ങി വന്നോളാന്നാ. നീ പെട്ടെന്നിങ്ങി പോര്, ഒന്നും വാങ്ങിച്ചില്ലേലും നിന്നെ ഞങ്ങൾക്ക് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. വെറും കൈയോടെ എങ്ങനെയാ വരുന്നത് ഇച്ചായ? ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ വാങ്ങാനും മേടിക്കാനും ഒട്ടും ശ്രദ്ധയില്ലെന്നേ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പുത്തനുടുപ്പും സമ്മാനങ്ങളുമായി മമ്മി വരുന്നതും കാത്തിരിക്കുന്ന ആ പാവങ്ങളോട് ഞാനെന്ത് പറയാനാ എന്റെ സാറ്?
ദുഃഖങ്ങൾക്ക് നടുവിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. ഇവരെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ക്രൂശിതനായ യേശുവിൻ്റെ മുഖം ഇവരിൽ ദർശിക്കുവാനും കഴിയുമ്പോഴാണ് മെസ്സിഹ അനുഭവം നമ്മളിൽ പൂർത്തിയാകുന്നത്. ഈ ലോകത്തിൽ കരുണയുടെ സന്ദേശവാഹകരായി നാം മാറുന്നത്.